ഇന്ത്യയിലെ യുദ്ധങ്ങൾ. യുദ്ധമാരംഭിക്കുന്നത് മനുഷ്യ മനസ്സിലാണ് എന്ന് പ്രഖ്യാപിക്കുന്ന വേദമേത്? അഥർവവേദം. അലക്സാണ്ടർ ഇന്ത്യയെ ആക്രമിച്ച വർഷം ഏത്? BC 326. ഹിഡാസ് പാസ് അഥവാ ഝലം നദിക്കരയിൽ നടന്ന യുദ്ധത്തിൽ അലക്സാണ്ടർ പരാജയപ്പെടുത്തിയ ഇന്ത്യൻ ഭരണാധികാരി ആര്? പോറസ്. മൗര്യ ചക്രവർത്തി അശോകൻ കലിംഗത്തോട് യുദ്ധം ചെയ്ത വർഷമേത്? BC 261. അശോകനിൽ മനപരിവർത്തനമുണ്ടാക്കി അദ്ദേഹം ബുദ്ധമതത്തിൽ ചേരാനിടയാക്കിയ യുദ്ധമേത്? കലിംഗ യുദ്ധം. പ്രാചീനകാലത്തെ കലിംഗം ഇപ്പോൾ ഏതു സംസ്ഥാനത്തിന്റെ ഭാഗമാണ്? ഒഡീഷ. ഹർഷവർദ്ധനനെ നർമ്മദാ തടത്തിൽ നടന്ന യുദ്ധത്തിൽ തോൽപ്പിച്ച ചാലൂക്യ രാജാവ് ആര്? പുലികേശി രണ്ടാമൻ. തറൈൻ യുദ്ധങ്ങൾ ആരുടെ സൈന്യങ്ങൾ തമ്മിലാണ് നടന്നത്? പൃഥ്വിരാജ് ചൗഹാൻ, മുഹമ്മദ് ഗോറി. പൃഥ്വിരാജ് ചൗഹാൻ മുഹമ്മദ് ഗോറിയെ തോൽപ്പിച്ച ഒന്നാം തറൈൻ യുദ്ധം നടന്ന വർഷമേത്? AD 1191. പൃഥ്വിരാജ് ചൗഹാനെ മുഹമ്മദ് ഗോറി പരാജയപ്പെടുത്തിയ രണ്ടാം തറൈൻ യുദ്ധം നടന്ന വർഷമേത്? 1192. മുഹമ്മദ് ഗോറിയും കനൂജിലെ ഭരണാധികാരി ജയ്ചന്ദുമായി നടന്ന യുദ്ധമേത്? ചാന്തവാർ യുദ്ധം. മുഹമ്മദ് ഗോറി വിജയിച്ച ചാന്തവാർ യുദ്ധം നടന്ന വർഷമേത്? 1194. തിമൂർ ഇന്ത്യയെ ആക്രമിച്ച വർഷമേത്? 1398. ഇന്ത്യയിൽ മുഗൾ സാമ്രാജ്യത്തിന് അടിത്തറ പാകിയ യുദ്ധമേത്? ഒന്നാം പാനിപ്പത്ത് യുദ്ധം. ഒന്നാം പാനിപ്പത്ത് യുദ്ധം നടന്ന വർഷമേത്? 1526. ഒന്നാം പാനിപ്പത്ത് യുദ്ധത്തിൽ ബാബർ ആരെയാണ് തോൽപ്പിച്ചത്? ഇബ്രാഹിം ലോധിയെ. ഇന്ത്യയിൽ ആദ്യമായി പീരങ്കികൾ ഉപയോഗിക്കപ്പെട്ട യുദ്ധമേത്? ഒന്നാം പാനിപ്പത്ത് യുദ്ധം. ബാബർ രജപുത്രന്മാരെ തോൽപ്പിച്ച യുദ്ധം ഏത്? ഖാൻവ യുദ്ധം. ഖാൻവ യുദ്ധം നടന്ന വർഷമേത്? 1527. രജപുത്ര യോദ്ധാവ് റാണ സംഗയെ ബാബർ പരാജയപ്പെടുത്തിയ യുദ്ധമേത്? ഖാൻവ യുദ്ധം. ബംഗാളിലെയും ബീഹാറിലെയും പ്രദേശങ്ങൾ പിടിച്ചടക്കാൻ 1529 ബാബർ നടത്തിയ യുദ്ധമേത്? ഗോഗ്ര യുദ്ധം. 1539 നടന്ന ചൗസ യുദ്ധത്തിൽ മുഗൾ ചക്രവർത്തി ഹുമയൂണിനെ തോൽപ്പിച്ചതാര്? ഷേർഷാ സൂരി. ഷേർഷാ സൂരി ഹുമയൂണിന്റെ സൈന്യത്തെ രണ്ടാമതും പരാജയപ്പെടുത്തിയ യുദ്ധമേത്? 1540 കനൌജ് യുദ്ധം. ഷേർഷാ സൂരി ഡൽഹിയിലെ ഭരണം പിടിച്ചെടുത്തത് ഏതു യുദ്ധത്തിൽ വിജയിച്ചതോടെയാണ്? കനൌജ് യുദ്ധം. രണ്ടാം പാനിപ്പത്ത് യുദ്ധം നടന്ന വർഷമേത്? 1556. അക്ബർ ഡൽഹിയുടെ ഭരണം സ്വന്തമാക്കിയത് ഏതു യുദ്ധത്തിലെ വിജയത്തോടെയാണ്? രണ്ടാം പാനിപ്പത്ത് യുദ്ധം. ഇന്ത്യയിൽ മുഗൾ ഭരണത്തിന്റെ പുനഃസ്ഥാപനത്തിനു കാരണമായ യുദ്ധമേത്? രണ്ടാം പാനിപ്പത്ത് യുദ്ധം. രണ്ടാം പാനിപ്പത്ത് യുദ്ധത്തിൽ അക്ബർ പരാജയപ്പെടുത്തിയത് ആരെ? ഹേമുവിനെ. വിജയനഗര സാമ്രാജ്യത്തിന്റെ അന്ത്യം കുറിച്ച യുദ്ധമേത്? തളിക്കോട്ട യുദ്ധം. തളിക്കോട്ട യുദ്ധം നടന്ന വർഷമേത്? 1565. 5 ഫാമിനി രാജ്യങ്ങളിലെ സുൽത്താൻമാരുടെ സൈന്യങ്ങളും വിജയനഗരവുമായി നടന്ന യുദ്ധമേത്? തളിക്കോട്ട യുദ്ധം. ബനിഹട്ടി യുദ്ധം എന്നും അറിയപ്പെടുന്ന യുദ്ധമേത്? തളിക്കോട്ട യുദ്ധം. തളിക്കോട്ട യുദ്ധം നടക്കുമ്പോൾ വിജയനഗരത്തിലെ ഭരണാധികാരി ആരായിരുന്നു? ആലിയ രാമരായർ. ഇന്ത്യയിൽ ബ്രിട്ടീഷ് ഭരണത്തിന് വഴിയൊരുക്കിയ യുദ്ധമേത്? 1757 പ്ലാസി യുദ്ധം. പ്ലാസി യുദ്ധത്തിൽ ബ്രിട്ടീഷ് സൈന്യത്തെ നയിച്ചതാര്? റോബർട്ട് ക്ലൈവ്.
പ്ലാസി യുദ്ധത്തിൽ ബ്രിട്ടീഷ് സൈന്യം പരാജയപ്പെടുത്തിയ ബംഗാളിലെ നവാബ് സിറാജ് ഉദ് ദൗള. ബ്രിട്ടീഷുകാർ ഇന്ത്യയിലെ ഭരണം ഉറപ്പിച്ച ബക്സാർ യുദ്ധം നടന്ന വർഷമേത്? 1764. കേരള ചരിത്രത്തിൽ 1741 നടന്ന പ്രധാന യുദ്ധമേത്? കുളച്ചൽ യുദ്ധം. കുളച്ചൽ യുദ്ധത്തിൽ മാർത്താണ്ഡവർമ്മ പരാജയപ്പെടുത്തിയ യൂറോപ്യൻ ശക്തി ഏത്? ഡച്ചുകാരെ. മൂന്നാം പാനിപ്പത്ത് യുദ്ധം നടന്നത് ഏത് വർഷമാണ്? 1761. മൂന്നാം പാനിപ്പത്ത് യുദ്ധത്തിൽ ഏറ്റുമുട്ടിയത് ആരെല്ലാം? അഫ്ഗാൻകാരും മറാത്തികളും. മൂന്നാം പാനിപ്പത്ത് യുദ്ധത്തിൽ അഫ്ഗാൻ സൈന്യത്തെ നയിച്ചതാര്? അഹമ്മദ് ഷാ അബ്ദാലി. മറാത്തികളുടെ തോൽവിക്കും മറാത്ത സാമ്രാജ്യത്തിന്റെ തകർച്ചയ്ക്കും കാരണമായ യുദ്ധമേത്? മൂന്നാം പാനിപ്പത്ത് യുദ്ധം. രജപുത്ര രാജ്യമായ മേവാറും മുഗൾ സൈന്യവുമായി 1576 നടന്ന യുദ്ധമേത്? ഹാൽഡിഘട്ട് യുദ്ധം. ഹാൽഡിഘട്ട് യുദ്ധത്തിൽ അക്ബറുടെ സൈന്യം പരാജയപ്പെടുത്തിയത് ഏതു രജപുത്ര രാജാവിനെയാണ്? റാണ പ്രതാപ്. ഇറാനിയൻ ആക്രമണകാരി നാദിർ ഷായുടെ സൈന്യവും മുഗളന്മാരുമായി 1739 നടന്ന യുദ്ധമേത്? കർണാൽ യുദ്ധം. ഇറാനിയൻ ആക്രമണകാരി നാദിർ ഷായുടെ സൈന്യവും മുഗളന്മാരുമായി 1739 നടന്ന യുദ്ധമേത്? കർണാൽ യുദ്ധം. പ്രസിദ്ധമായ മയൂര സിംഹാസനവും കോഹിനൂർ രത്നവും ഇന്ത്യയിൽ നിന്ന് നഷ്ടപ്പെടാൻ കാരണമായ യുദ്ധമേത്? കർണാൽ യുദ്ധം. ഇന്ത്യയും ചൈനയുമായി യുദ്ധം നടന്ന വർഷമേത്? 1962. ബംഗ്ലാദേശിന്റെ പിറവിക്ക് കാരണമായ യുദ്ധമേത്? 1971 ഇന്ത്യ പാക് യുദ്ധം. കർണാട്ടിക് യുദ്ധങ്ങളിൽ ഏറ്റുമുട്ടിയ യൂറോപ്യന്മാർ ആരെല്ലാം? ഇംഗ്ലീഷുകാരും ഫ്രഞ്ചുകാരും. ഒന്നാം കർണാട്ടിക് യുദ്ധം നടന്ന കാലയളവേത്? 1746 മുതൽ 48 വരെ. എയ്ക്സ് ലാ ഷാപ്പലെ സന്ധി പ്രകാരം അവസാനിച്ച കർണാട്ടിക് യുദ്ധമേത്? ഒന്നാം കർണാട്ടിക് യുദ്ധം. രണ്ടാം കർണാട്ടിക് യുദ്ധം നടന്ന കാലയളവേത്? 1749 മുതൽ 54 വരെ. പോണ്ടിച്ചേരി സന്ധിയിലൂടെ അവസാനിച്ച യുദ്ധം ഏത്? രണ്ടാം കർണാട്ടിക് യുദ്ധം. മൂന്നാം കർണാട്ടിക് യുദ്ധം നടന്ന കാലയളവേത്? 1756 മുതൽ 63 വരെ. ബാണ്ടിവാഷ് യുദ്ധം ഏതു കർണാട്ടിക് യുദ്ധത്തിലെ പ്രധാന പോരാട്ടങ്ങളിൽ ഒന്നായിരുന്നു? മൂന്നാം കർണാട്ടിക് യുദ്ധം. 1965 യുദ്ധത്തെ തുടർന്ന് ഇന്ത്യയും പാകിസ്ഥാനുമായി ഒപ്പുവച്ച സമാധാന കരാർ ഏത്? താഷ്കന്റ് കരാർ. താഷ്കന്റ് കരാർ ഒപ്പുവയ്ക്കപ്പെട്ട വർഷമേത്? 1966 ജനുവരി 10. താഷ്കന്റ് ഏത് രാജ്യത്തിന്റെ തലസ്ഥാനമാണ്? ഉസ്ബെക്കിസ്ഥാൻ. താഷ്കന്റ് കരാറിൽ ഒപ്പുവച്ചത് ആരെല്ലാം? ലാൽ ബഹദൂർ ശാസ്ത്രി, മുഹമ്മദ് അയൂബ് ഖാൻ. ഇന്ത്യയും പാകിസ്ഥാനുമായി 1971 നടന്ന യുദ്ധം അവസാനിച്ചത് ഏതു കരാറിലൂടെ? സിംല കരാർ. സിംല കരാർ ഒപ്പുവയ്ക്കപ്പെട്ട വർഷമേത്? 1972 ജൂലൈ 2. സിംല കരാറിൽ ഒപ്പുവെച്ചത് ആരെല്ലാം? ഇന്ദിരാഗാന്ധി, സുൽഫിക്കർ അലി ഭൂട്ടോ. കൂടുതൽ ചോദ്യങ്ങൾക്കും മോക്ക് ടെസ്റ്റിനും സന്ദർശിക്കുക www.keralapscgk.com.